Good morning, all of you. Let's start. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 50 വരെ ഇപ്പോൾ നമ്മൾ എഴുതാനും എണ്ണാനും പഠിച്ചു ഇല്ലേ? ഹോംവർക്ക് ഒക്കെ ചെയ്തില്ലേ എല്ലാവരും? എല്ലാവരും ചെയ്തു അല്ലേ? മിസ് ഒരു ജിറാഫിന്റെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തു അല്ലേ? നല്ല കുട്ടികളാണ്. അപ്പോ ഇന്ന് നമുക്കൊരു പുതിയ തീമാണ് എടുക്കേണ്ടത്. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 94. പേജ് നമ്പർ 94. അതാ തുടങ്ങി. Putting together. എന്താ? ഏതാരാ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത്? നിഹാര നിഹാൽ, ടേൺ ഓൺ യുവർ വീഡിയോ. മുഹമ്മദ് മവാൻ, മാനുഷ് അയച്ചു. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത മക്കളെ. മിസ്സിനെ എല്ലാവരെയും കാണണം. നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ മിസ്സിന് ക്ലാസ് എടുക്കണം. ഓക്കെ, ഗെറ്റ് റെഡി. റെഡി ആണോ എല്ലാവരും? ഓക്കെ, ഒന്ന് ആക്റ്റീവ് ആയിരുന്നേ, നല്ല സ്റ്റേൺ ആയിരുന്നു എല്ലാവരും. നിവർന്നിരുന്നേ. ഓക്കെ, അസയാൻ അങ്ങനെ തന്നെ, അല്ലാതെ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കല്ലേ രാവിലെ തന്നെ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? ഹർഷാൽ എന്താ കഴിച്ചേ രാവിലെ? ചപ്പാത്തി. ചപ്പാത്തി പാറ്റിക്കറി. വെരി ഗുഡ്. ജയാൻ എന്താ കഴിച്ചേ? പത്തല്. ഓക്കെ. ധൻദേവ് മോൻ എന്താ കഴിച്ചേ? എന്താ കഴിച്ചേന്ന് അമ്മയോടാണോ ചോദിക്കുന്നേ? നീ ഒന്നും കഴിച്ചില്ല? ഓർമ്മ പോയോ? അതെങ്ങനെ? ആണോ? കഴിച്ചിരുന്നോ? ചോദിക്കുന്ന മോനെ കഴിച്ചു. ഓക്കെ. ഇഷിത മോളെന്താ കഴിച്ചേ രാവിലെ? ശരിക്കും കഴിച്ചതാണോ? അമ്മയെ നോക്കുന്ന എന്താ? നേരെ ഇരുന്നേ മോളെ. നിഹാര എവിടെ? നിഹാലിനെ മാത്രല്ലേ കാണുന്നുള്ളൂ? എന്ത് പറ്റി? ഭക്ഷണം കഴിക്കുക. ആണോ? ക്ലാസ് തുടങ്ങുന്ന സമയത്താണോടാ ഭക്ഷണം കഴിക്കുന്നേ? കുറച്ച് നേരത്തെ കഴിക്കണ്ടേ? 10 മണിക്കല്ലേ നമ്മുടെ ക്ലാസ്. മോൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു. 10 മണിക്ക് ക്ലാസ് എന്ന് പറയുമ്പോ ഒരു 9:30 ആകുമ്പോഴത്തേക്കിന് നമ്മളെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിരിക്കണം. ഓക്കെ, നമ്മളിപ്പോ സ്കൂളിൽ വരികയാണെങ്കിലോ അതിനു മുന്നേ നമ്മൾ റെഡി ആകണ്ടേ? മർവാൻ. Okay. All of you look your textbook, page number 94. Page number 94. ഇഡ്ഡലിയും വെള്ളയപ്പവും മുട്ടക്കറി ഇത്രയുണ്ടോ? ഓക്കെ, വെള്ളയപ്പം. ഓക്കെ, നൈസ്. അപ്പൊ മക്കളെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയേ. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 94. അവിടെ നോക്കിയേ, ഒരു നെസ്റ്റില് 3 കിളികൾ ഉണ്ട് അല്ലേ? ചെറിയ കുരുവികളില്ലേ അവിടെ? ബേർഡ്സ് ഇല്ലേ അവിടെ? എല്ലാവരും അതിലേക്ക് നോക്കിയേ. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. There are 3 birds. എത്ര ബേർഡ് ഉള്ള അവിടെ? ഒന്ന് പറഞ്ഞു മക്കളെ. 3 birds അല്ലേ? Yes, 1, 2, 3. 3 birds ഉണ്ട് അവിടെ അല്ലേ?
വൺ ബേർഡ് ജോയിൻ ദം, ഒരു ബേർഡും കൂടെ അതിൽ ജോയിൻ ചെയ്താൽ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മിസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ടഫായിരിക്കും, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, അവിടെ ഒരു നെസ്റ്റില് there are 3 birds. ഓക്കെ മിസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ പിന്നീട് മിസ് ചോദിച്ചോളാം. അപ്പൊ പറയണേ, ആദ്യം മിസ്സിനെ ശ്രദ്ധിക്കുക. ഓക്കെ, there are 3 birds in a nest. ആ നെസ്റ്റിൽ എത്ര ബേർഡ്സ് ഉള്ളത്? 3 birds അല്ലേ? 3 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. നെക്സ്റ്റ്, one bird joined them. ഒരു പക്ഷി കൂടി അതിൽ ജോയിൻ ചെയ്താൽ, 3യുടെ കൂടെ, listen here, look here, 3 birds, 1 2 3 അല്ലേ? അതിന്റെ കൂടെ ഒരു ബേർഡ് കൂടി ആഡ് ആയാൽ, അതായത് 3യുടെ കൂടെ ഒരു ബേർഡ് കൂടി ആഡ് ആയാൽ എത്രയാകും എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ചിത്രം നോക്കിയേ. Now there are 4 birds. അല്ലേ? 3യുടെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്താൽ 4 ആകും. അപ്പൊ 3 plus 1 is equal to 4. അതാണ് അതിന്റെ മാറ്റർ. ഓക്കെ, 3 birds and 1 birds make 4 birds. അതായത് 3യും 1ഉം കൂടി ചേർന്നാൽ എത്രയാകും? 4. മക്കളെ ഒന്ന് മിസ്സിനെ ശ്രദ്ധിക്കുക, കൺഫ്യൂസ്ഡ് ആവും ചിലപ്പോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് അങ്ങ് മനസ്സിലായിക്കോളും. ഓക്കെ, ആദ്യം അവിടെ 3 ബേർഡ് ഉണ്ട് അല്ലേ? നെസ്റ്റിൽ എത്ര ബേർഡ് ഉള്ളത്? 3 ബേർഡ്. അതിന്റെ കൂടെ ഒരു ബേർഡ് കൂടി വന്നു കഴിഞ്ഞാൽ എത്ര ബേർഡ് ആവുന്ന ചോദിക്കുന്നത്. അപ്പൊ 1 2 3 4 അല്ലേ? എത്ര ബേർഡ് ആവും? 4 birds. 3 birds, 1 bird make 4 birds. ഓക്കെ, 3യും അതിന്റെ കൂടെ ഒരു ബേർഡും കൂടെ ആഡ് ആയാൽ 4 ആകും അല്ലേ? We say 3 and 1 makes 4. 3 plus 1 is equal to 4. ഓക്കെ, 3യും അതിന്റെ കൂടെ ഒന്നുകൂടെ വന്നാൽ എത്ര ബേർഡ് ആവും? 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആദ്യം 2 ബേർഡേ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കൂ. 2 അല്ലേ? 2ന്റെ കൂടെ ഒരു ബേർഡും കൂടെ വന്ന എത്രയാകും? 3. ഓക്കെ, വെരി ഗുഡ്. 1 2 അതിന്റെ കൂടെ ഒന്നുകൂടെ ചേർന്നാല് 3 അല്ലേ? ഫാത്തിമ നിവർന്നിരുന്നേ മോളെ, നിവർന്നിരുന്നേ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ മിസ് പറയുന്നത്? അതായത് ഒരു പക്ഷിക്കൂട്ടിൽ 3 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. ആരാ വിളിച്ചേ? എങ്ങനെ? മർവാൻ, മിസ്സിന് ക്ലിയർ ആകുന്നില്ല മോനെ. Okay, listen here. There are 3 birds. There are 3 birds. 1 bird joined them. Now there are 4 birds. Okay, നിങ്ങൾ അത് എന്താ ക്ഷമയോടുകൂടി ഒന്ന് കൗണ്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ 50 വരെ കൗണ്ട് ചെയ്യാൻ അറിയാം. അപ്പോ 3 birds, 1 2 3 plus 1, അതിന്റെ കൂടെ ഒന്നും കൂടെ കൂടിയാൽ എത്രയായി? മാനവ്, ഷൈജു? 4. Okay, good. There are 3 birds, 1 bird joined them. Now there are 4 birds. Okay, അതിന് തൊട്ട് താഴെ നോക്കിയേ. Okay, Gayatri, page number 94. Page number 94, putting together. Okay, അവിടെ there are 3 birds. There are 3 birds. 1 bird join them. ആ 3 ബേർഡിന്റെ കൂടെ ഒരു ബേർഡ് കൂടി ജോയിൻ ചെയ്താൽ now there are 4 birds. മനസ്സിലായോ? 3 ബേർഡിന്റെ കൂടെ ഒരു ബേർഡ് കൂടി വന്നാൽ എത്ര ബേർഡ്സ് ആകും? 4. ഗായത്രി, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, 3 അതിന്റെ കൂടെ ഒന്നുകൂടി ആഡ് ആകുമ്പോൾ 4. ഓക്കെ, 3 plus 1, അതായത് 3യുടെ കൂടെ ഒന്നുകൂടി ആഡ് ആകുമ്പോൾ എത്രയായി? 1
2, 3, 4. Okay. അതിന്റെ തൊട്ട് താഴെ നോക്കിയ മക്കളെ there are നോക്കിയേ 3 കപ്പ് അല്ലേ? എന്ത് പിക്ചറാ അതിന്റെ തൊട്ട് താഴെ ഉള്ളത്? 3 കപ്പിന്റെ ചിത്രമുണ്ട്. 1, 2, 3. ഒന്ന് കൗണ്ട് ചെയ്തേ. 3 1, 2, 3. 2, 3. 1, 2, 3. Okay. 1, 2, 3. And 3 കപ്പ് കൂടി ഉണ്ട്. പിന്നെ ഒരു 3 കപ്പും കൂടെ. അപ്പൊ മൊത്തം എത്രയായി നോക്കിയേ? 1, 2, 3. അത് 3 and 1, 2, 3. 3 makes 3 കപ്പ്. 2 അപ്പൊ ഒന്ന് ആഡ് ചെയ്തേ. 1, 2, 3, 4, 5, 6 അല്ലേ? 2 3കൾ കൂടിയാൽ 6. അതായത് 1, 2, 3 makes 1, 2, 3 makes 6. Sorry. Okay. 3 makes 3. Sorry. 3 and 3 makes 6. 3 cup. ഇവിടെയും 3 cup makes 6 cup. 1, 2, 3. 1, 2, 3. Okay. Listen here. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. എങ്ങനെ? ഓക്കെ ഓക്കെ മക്കളെ നിങ്ങൾ വരയ്ക്കും. ഓക്കെ, അത് കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, ഒന്ന് മിസ്സിനെ ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. ഇവിടെ ഒരു ഫിംഗർ അല്ലേ? മിസ്സിന്റെ ഒരു ഫിംഗർ അല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ? ഇപ്പോഴോ? ഓക്കെ, 1, 1. 2 വണ്ണുകൾ കൂടിയാൽ 2 ആയി അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ എത്ര ഫിംഗർ കാണുന്നുണ്ട്? 3 ഉണ്ടോ? 2. ഓക്കെ, 2ന്റെ കൂടെ ഒരു വണ്ണും കൂടെ കൂട്ടിയാൽ 3. ഓക്കെ, ലുക്ക് ഹിയർ. ഇപ്പോഴോ? 3യും ഒരു വണ്ണും കൂടെ കൂട്ടിയാൽ 4 ആയി അല്ലേ? ഇപ്പോഴെത്ര ഫിംഗർ അല്ലേ? 4. ഓക്കെ, അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയാല് 5. അപ്പൊ ഇത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? Listen here. All of you look here. Harshal. There are 3 birds. 1 bird joined up. bird കൂടെ അതിന്റെ കൂടെ join ചെയ്യുമ്പോൾ now there are 4 birds. Okay. 3 plus 1 is equal to 4. Okay. അതിന്റെ തൊട്ട് താഴെ നോക്കിയേ, 3 cup plus 3 cup makes 6 cup. 1, 2, 3, 4, 5, 6. Okay. മക്കളെ നിങ്ങൾ പിക്ചർ കൗണ്ട് ചെയ്യാനുള്ള, നിങ്ങൾക്ക് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനുള്ള ആ ഒരു ടെക്നിക്കാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അതിന് തൊട്ട് താഴെ നോക്കിയേ, തൊട്ട് താഴെ ബുക്ക് അല്ലേ മക്കളെ? അത് 1, 2, 3, 4. 4 ബുക്ക് ഉണ്ട് അല്ലേ എവിടെ? 1, 2, 3, 4. 4 and 1, 2. 1, 2. അതിന് തൊട്ട് താഴെ അവിടെ എഴുതിയിട്ടില്ല. 1, 2. ആ കോളത്തിൽ 2 എഴുതിയേ. അതിന് തൊട്ട് താഴെയുള്ള ആ കോളത്തിൽ 2 എഴുതിയേ. 4 and 2 makes എത്ര ബുക്കില്ലേ നോക്കിയേ? 1, 2, 3, 4, 5, 6. 6 books അല്ലേ? 4 plus 2 is equal to 6. ഓക്കെ, മാനുഷ് എഴുതി. ഓക്കെ, റെഡി എഴുതി അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പോ 4 ബുക്കും അതിന്റെ കൂടെ 2 ബുക്സും കൂടെ ആഡ് ചെയ്താൽ 6 ബുക്ക്. നെക്സ്റ്റ്, അതിന് തൊട്ട് താഴെ നോക്കിയേ, 2 ഫ്ലവർ ഉണ്ട് അല്ലേ? റോസാപ്പൂ ഇല്ലേ ഇവിടെ? എത്ര ഫ്ലവർ ഇല്ലേ ഇവിടെ? 1, 2. ഓക്കെ, അവന്റെ തൊട്ട് താഴെ എഴുതിയേ. 2 എഴുതിയ മക്കളെ? 2 എഴുതിയ അവിടെ? ജയാൻ എഴുതിയ മോനെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ 1, 2 അവിടെ എഴുതുക. 2 റോസാപ്പൂ. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് എത്ര റോസ് ഉള്ളത് നോക്കിയേ, കൗണ്ട് ചെയ്തേ. 1, 2, 3. 1, 2, 3. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ 3 എഴുതിയേ. എഴുതി. ഓക്കെ ഓക്കെ. 2 and 3 makes എത്ര ഫ്ലവർ ഉണ്ട് നോക്കിയേ? 2 and 3 makes 1, 2, 3, 4, 5.
അവിടെ 5 എന്ന് 1, എഴുതുക. 2, 3, 4, 5. ഓക്കെ, അവിടെ 5 എഴുതിയേ. അപ്പൊ 2 and 3 makes say 5. 5. Okay, 2 and 3 makes 5. ഇഷിത മോൾ എഴുതിയോ? Miss Gayatri എഴുതി. ഓക്കെ ഗായത്രി എഴുതി. ഗുഡ്. നെക്സ്റ്റ്, അതിന്റെ തൊട്ട് താഴെ നോക്കിയേ, പിക്ചർ എന്താ കാണുന്നത്? പൈനാപ്പിൾ. ആ, പൈനാപ്പിൾ. എത്ര പൈനാപ്പിൾ? ഹൗ മെനി പൈനാപ്പിൾസ് ദേർ? കൗണ്ട് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട്. ഓക്കെ, എഴുതാത്ത മക്കളൊന്ന് കൗണ്ട് ചെയ്തെന്ന് മിസ്സിന്. എത്ര പൈനാപ്പിൾ ഉള്ള അവിടെ? ധൻദേവ് ഒന്ന് കൗണ്ട് ചെയ്തേ. അവിടെ എത്ര പൈനാപ്പിൾ? 5. ഓക്കെ, 1, 2, 3, 4, 5. അവിടെ 5 എഴുതുക. 5 and പിന്നെ എത്രയുള്ളത്? ധൻദേവ് എന്നെ പറഞ്ഞേ. 5 കഴിഞ്ഞ ഓക്കെ 6. ആ, തൊട്ട് 5ന്റെ കൂടെ എത്രയാ ആഡ് ചെയ്യാൻ പറഞ്ഞേ? 1 അല്ലേ? 5 പൈനാപ്പിൾ and 1 pineapple make 6. 1, 2, 3, 4, 5, 6. ഈ വർക്ക് ഫുൾ ആക്കിയോ എല്ലാവരും? ഈ പേജ് കംപ്ലീറ്റ് ആയോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇതുപോലെയുള്ള പിക്ചർ, അതായത് കൗണ്ട് ചെയ്ത് എഴുതാനുണ്ടാവും, സ്വന്തമായിട്ട് എഴുതണം. മനസ്സിലായോ മക്കളെ? മിസ് ഇനി പറയണോ? 1, 2, 3, 4, 5, 6. അങ്ങനെ കൗണ്ട് ചെയ്ത് സാവകാശം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പെൻസിൽ തൊട്ട് കൗണ്ട് ചെയ്യും. അതായത് 1, 2, 3. പെൻസിൽ തൊടുമ്പോ 1, 2, 3 ഇങ്ങനെ ശരിക്കും പെൻസിൽ അവിടെ ടച്ച് ചെയ്ത് തന്നെ നിങ്ങൾ കൗണ്ട് ചെയ്യാം. 1, 2, 3. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്പേഴ്സ് തെറ്റാതെ എഴുതാൻ പറ്റൂ. വെറുതെ എണ്ണിക്കൊണ്ട് പെൻസിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ നമുക്ക് നമ്പേഴ്സ് തെറ്റിപ്പോകും. ഓക്കെ, മക്കൾ എല്ലാവർക്കും ഫിനിഷ് ആയോ? പേജ് നമ്പർ 94 ഫിനിഷ് ആയോ? അപ്പോ മിസ് ഒരു പ്രാവശ്യം കൂടെ പറയാം. There are 3 birds. 1 bird joined them. Now there are 4 birds. 3 birdsന്റെ കൂടെ ഒരു ബേർഡും കൂടെ വന്നിരിക്കുമ്പോഴത്തേക്ക് അത് എത്രയായി? 4 birds. Okay, 3 birds and 1 bird make 4 birds. 3 birds make 1 bird. 3 birds and 1 bird make 4 birds. Okay, we say 3 and 1 make 4. നെക്സ്റ്റ്, അതിന്റെ തൊട്ട് താഴെ 3 കപ്പിന്റെ പിക്ചർ ഉണ്ട്. 3 കപ്പ്, അതായത് 1, 2, 3 and 1, 2, 3 makes 1, 2, 3, 4, 5, 6. 3 plus 3, അതായത് 3 and 3 make 6. 3യും 3യും കൂടെ കൂട്ടിയാൽ 6 ആണ്. ഓക്കെ, 3 കപ്പും അതിന്റെ കൂടെ ഒരു 3 കപ്പും കൂടെ ആഡ് ചെയ്താൽ 6 കപ്പ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ നോക്കിയേ. 1, 2, 3, 4. 4 books. 4 books and 1, 2. 2 book makes 1, 2, 3, 4, 5, 6. 4 and 2 makes 6. 4 and 2 makes 6. അതിന്റെ തൊട്ട് താഴെ 1, 2. 2 rows. 1, 2. 2 rows and 1, 2, 3. 3 rows make 1, 2, 3, 4, 5, 5 rows. 2 and 3 makes 5. 2 and 3 makes 5. Next, 1, 2, 3, 4, 5. 5 pineapples and 1 pineapple makes 1, 2, 3, 4, 5, 6. 6 pineapples. Okay,
5 and 1 make 6. All of you understand? എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളെ? കാര്യങ്ങൾ മനസ്സിലായില്ലേ? Yes. ഓക്കെ ഓക്കെ. ഇനി ഇങ്ങനെയുള്ള പിക്ചർ കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂലേ? സ്വന്തമായി ചെയ്യൂലേ? ഓക്കെ. No. നോ. ആരാ നോ പറഞ്ഞേ? മർവാനോ? മർവാന് സ്വന്തമായി ചെയ്യാൻ പറ്റില്ല? ഇവിടെ മർവാൻ എവിടെ? മർവാൻ സിറ്റ് പ്രോപ്പർലി. ആർക്കാ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നേ? സ്വന്തമായി ചെയ്യാൻ പറ്റുന്നവരൊക്കെ തമ്പ് കാണിച്ചേ മിസ്സിന്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മർവാനാണ് പറ്റാത്തത്. മർവാൻ ഗായത്രിക്കും പറ്റും. മർവാനും മിസ്സിനെ കാണാൻ പറ്റുന്നില്ല. ഒന്ന് പ്രോപ്പറായി ഇരുന്നേ മർവാൻ. സിറ്റ് പ്രോപ്പർലി. ഓക്കെ, മർവാന് മനസ്സിലായില്ലേ? എന്താ ഒന്നും പറയാത്തെ? സ്വന്തമായി ചെയ്യാൻ പറ്റൂലേ? മർവാൻ എന്താ ഒന്നും പറയാത്തെ? ചെയ്തു അല്ലേ? വെറുതെ പറയുന്നതാ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് മക്കളെ, നമുക്ക് അടുത്ത പേജും കൂടി എടുക്കാൻ പറ്റുമോ? കൺഫ്യൂസ്ഡ് ആവോ നിങ്ങളെ? കൺഫ്യൂസ്ഡ് ആവോ? അടുത്തത് ടേക്കിംഗ് എവേ ആണ്. ചെയ്യാൻ പറ്റും അല്ലേ? ചെയ്യാൻ പറ്റും അല്ലേ? നല്ല മക്കള്. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 95 എടുത്ത മക്കളെ. പേജ് നമ്പർ 95 നമ്മൾ ആദ്യം പഠിച്ചത് പുട്ടിംഗ് ടുഗെദർ ആണ്, അതായത് ആഡ് ചെയ്യുന്നതാണ്. ഇത് ടേക്കിംഗ് എവേ, അതായത് അതിൽ നിന്നും പോകുന്നതാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് പിക്ചർ നോക്കിയേ. 1 2 3 4 5 6 6 ബലൂൺസ് ഉണ്ട് അവിടെ അല്ലേ? കണ്ടോ നിങ്ങൾ എല്ലാവരും? 6 ബലൂൺസ് ഉണ്ട്. വി സേ സോറി 6 ബലൂൺസ്. നെക്സ്റ്റ് നോക്കിയേ. 1 2 3 4 അതിൽ നിന്ന് 4 ബലൂൺസ് ടേക്കൺ അവേ. അതായത് ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു 6 ബലൂൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 4 ബലൂണ് അനിയത്തിക്കോ അനിയനോ കൊടുക്കുന്നു. ബാക്കി എത്ര? അതായത് നമ്മുടെ കയ്യിൽ, അതായത് മിസ്സിന്റെ ഈ കയ്യിൽ ഇപ്പോ എത്ര ഫിംഗർ ഉണ്ട്? ഇവിടെ 6 ഫിംഗർ ഉണ്ട്. അതിൽ നിന്ന് 4 ഫിംഗർ മിസ് മടക്കി വെച്ചു. ബാക്കി എത്രയുള്ളത്? 2. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് 6 ബലൂൺസ് 4 ബലൂൺസ് ടേക്കൺ അവേ. അതിൽ നിന്നും 6 ബലൂണിൽ നിന്നും 4 ബലൂൺ ടേക്കൺ അവേ. അതിൽ നിന്ന് 4 ബലൂൺ എടുത്തു മാറ്റി. ബാക്കി എത്ര? ലെഫ്റ്റ് ആയിട്ടുള്ളത് എത്രയാ? 2 ബലൂൺസ് ലെഫ്റ്റ്. ബാക്കി എത്രയാ വന്നിരിക്കുന്നത്? 2. ഓക്കെ, രാവിലെ അമ്മ ഇഡലി കഴിക്കാൻ തന്നു എന്ന് വിചാരിക്കൂ. 4 ഇഡലി തന്നു. 4 ഇഡലി തിന്നു നിങ്ങളെ? കുഞ്ഞിഡലി ആണെങ്കിൽ 4 ഇഡലി തിന്നാൻ പറ്റില്ലേ? തിന്നണം. ഓക്കെ, അപ്പൊ 4 ഇഡലി അമ്മ വെച്ച് തന്നാൽ അമ്മയോട് നിങ്ങൾ പറഞ്ഞു, എന്താ ഇത്രയും വേണ്ട അമ്മ, എനിക്ക് എന്താ അതിൽ നിന്ന് 2 ഇഡലി തന്നാ മതി. 2 ഇഡലി ഞാൻ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളാം. അപ്പൊ 4-ൽ നിന്ന് 2 ഇഡലി അങ്ങ് മാറ്റിയ ബാക്കി എത്ര ഇഡലി ഇല്ലേ? 2. ഓക്കെ, 2. 4-ൽ നിന്നും 2 ഇഡലി ടേക്കൺ അവേ. ബാക്കി ലെഫ്റ്റ് ആയിട്ടുള്ള എത്രയാ? 2 അല്ലേ? 4-ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുള്ളത്? 2. We say 6 take away 4 is 2. 6-ൽ നിന്നും 4 take away ചെയ്താൽ ബാക്കി ലെഫ്റ്റ് ആയിട്ടുള്ളത് 2. ഓക്കെ, അതിന് തൊട്ട് താഴെ നോക്കിയേ. ആ ഒരു മരക്കൊമ്പിൽ എത്ര ബേർഡ്സ് ഇരിക്കുന്നുണ്ട് നോക്കി, ഒന്ന് കൗണ്ട് ചെയ്തേ നിങ്ങള്. 1 2 3 4 5 ബേർഡ്സ് അല്ലേ? 5 ബേർഡ്സ് sitting there. 5 birds sitting there. 1 2 3 4 5. Next 2 fly away. 2 birds പറന്നുപോയി അല്ലേ? 2 birds fly away. ബാക്കി എത്ര ഉണ്ടാവും ആ മരക്കൊമ്പിൽ? ഒന്ന് നോക്കിയേ. 3. ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3. 5-ൽ നിന്നും
2 birds fly away. ഇഷിത ഇങ്ങോട്ട് നോക്കുമോളെ, മോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. അതായത് മരക്കൊമ്പിൽ 5 പക്ഷികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? 5 birds sitting there. അതിൽ നിന്ന് എത്ര ബേർഡ്സാ പറന്നു പോയത്? 2 birds fly away. ബാക്കി എത്രയുള്ളത്? 3. ഓക്കെ, 1 2 3. 5ൽ നിന്നും 2 birds fly away. ബാക്കി ലെഫ്റ്റ് ആയിട്ടുള്ളത് എത്രയാ? ഇഷിത പറഞ്ഞ മോളെ. 5 birds, അതിൽ നിന്ന് 2 birds പറന്നു പോയ ബാക്കി എത്രയാ? എത്രയാ? 3. ഇഷിത നേരെ ഇരുന്നേ. Sit properly. Okay, Dandev. Okay, 5 birds, 2 birds fly away. Then 2 birds left. അവിടെ ആ കോളത്തിൽ അവിടെ നിങ്ങൾ എന്താ എഴുതണ്ടേ? 3. അവിടെ എഴുതിയ എല്ലാരും സോറി 3 എഴുതിയ മക്കളെ അവിടെ 5 ബേർഡ്സിൽ നിന്നും 2 birds fly away ചെയ്താൽ ബാക്കി ലെഫ്റ്റ് ആയിട്ടുള്ളത് 3. അവിടെ എഴുതിയ 3 എന്ന് എഴുതിയ എല്ലാവരും? ഗായത്രി എഴുതി. ബാക്കിയുള്ളവർ ഓക്കെ. നെക്സ്റ്റ് അതിന്റെ തൊട്ട് താഴെ നോക്കിയേ, നിങ്ങളുടെ ഫേവറേറ്റ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പെറ്റ് ആനിമൽ ആണ്. ഏതാ അത്? യെസ്, 3 dogs ഉണ്ട് അല്ലേ? എത്ര ഡോഗ് ഉണ്ട് അവിടെ? 3 dogs ഉണ്ട് അല്ലേ? 1 2 3 dogs. അതിൽ നിന്ന് എത്ര ഡോഗ് ഓടിപ്പോയി? 1 dog runs away. ഒരു ഡോഗ് ഓടിപ്പോയി അല്ലേ? റൺസ് അവേ. ബാക്കി എത്രയായിട്ടുള്ളത്? 1 2. അപ്പൊ ഈ കോളത്തിൽ 1 എഴുതുക. അതായത് ഒരു ഡോഗ് ഓടി. നെക്സ്റ്റ് 2 dogs left there. അപ്പൊ അവിടെ 2 എന്ന് എഴുതുക, ഇവിടെ 1 എഴുതുക. ഇഷിത ഒന്ന് എഴുതുമോളെ. ഇഷിത എഴുതിയോ? ഗായത്രി എഴുതി അല്ലേ? അതായത് 3 dogs, 1 dog run, next remaining 2 dogs left. Okay. അതിന്റെ തൊട്ട് താഴെ നോക്കിയേ, ഒരു മരത്തിൽ എത്ര monkeys ഉണ്ടെന്ന് നോക്കിയേ. ഹാനിയ എവിടെയാ പോയേ? 1 2 3 4 monkeys. അവിടെ ആ കോളത്തിൽ 4 എന്ന് എഴുതിയേ. 4. തൊട്ട് ഏറ്റവും താഴെ 4 monkeys. ഇഷിത എഴുതിയോ മോളെ? 4 എന്ന് എവിടെ എഴുതിയേ? 4. നെക്സ്റ്റ് അതിന് തൊട്ട് അടുത്ത കോളത്തിൽ നോക്കിയേ, റൺ അവേ. എത്ര monkeys ഓടിപ്പോയി നോക്കിയേ? റൺ അവേ 1 2 അല്ലേ? 2 monkeys. അവിടെ 2 എന്ന് എഴുതിയേ. 2. ഓക്കെ. Then remaining ബാക്കി എത്രയാ monkeys അവിടെ ഉള്ളത്? 1 2. അതായത് 4ൽ നിന്നും 2 monkeys run away. ബാക്കി ലെഫ്റ്റ് ആയിട്ടുള്ളത് എത്രയാ? 2 monkeys. ഓക്കെ. എല്ലാവരും എഴുതിയോ? ഓക്കെ. നെക്സ്റ്റ് അവർ നമുക്ക് മാത്സ് തന്നെയല്ലേ? ഓക്കെ. അടുത്ത അവർ മിസ് ഇതൊന്നും കൂടെ പറഞ്ഞു തരാം. ഓക്കെ. ബൈ മക്കളെ. നെക്സ്റ്റ് അവർ നമുക്ക് ഇതന്നെ പറയാം കേട്ടോ. ബൈ. മനസ്സിലാകുന്നില്ല പറയണേ. ഓക്കെ ബൈ. Bye, Miss. Okay, welcome. Thank you for